രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ പറയും, ഒന്ന് നേരത്തെ ഉറങ്ങണം, 10 മണിയാകുമ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണം, എന്നാലേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ആ 10 മണിക്ക് കിടക്കാമെന്ന് വിചാരിച്ച് പോയാൽ ഞാൻ ഉറങ്ങാൻ ചിലപ്പോൾ 11 മണിക്കേക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായും നേരം വൈകും, 6:30 അപ്പോൾ ഞാൻ എന്നോട് തന്നെ പിന്നെയും ചോദിക്കും, ഒന്ന് ഇത്തിരി നേരത്തെ ഉറങ്ങിക്കൂടേനെയോ, ഇത്രയും നേരം വൈകിഞ്ഞപ്പോൾ എന്താക്കും. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ വെപ്രാളം കൂട്ടി പോയിട്ട് ഒരുവിധം ചായൻ്റെയും ചോറിൻ്റെയും ഒക്കെ ആക്കി എൻ്റെ മോളെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ അവളൊരു ചോദ്യമുണ്ട്, ഈ അമ്മയ്ക്ക് ഇന്നും ഇതേ ഉണ്ടാക്കാൻ കണ്ടുള്ളൂ, എനിക്കിഷ്ടമല്ല എന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടേ. അത് കേൾക്കുമ്പോൾ ഞങ്ങളോട് എന്നും മോളെ എനിക്ക് ഓരോ ദിവസം ഓരോ സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി തരില്ലേ, ഇതെങ്കിലും ഒന്ന് കഴിച്ചോടെ വെച്ചിട്ട് അപ്പം തുടങ്ങും ഞാനോളും തമ്മിലുള്ള കച്ചറ. അങ്ങനെ പിന്നെ ഒരുവിധം അതൊക്കെ തീർത്ത് ഓളെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ആക്കി കിറ്റിൽ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അപ്പോഴൊന്ന് ശ്വാസം നേരെ വീഴുക. അങ്ങനെ പിന്നെ അവളെ കഴിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ രാവിലത്തെ ഒരു റിസ്ക് അറിയുന്നത്. ഈ മനു ഇപ്പം എന്താ പറയുന്നത് അറിയോ, സാൻവി സ്കൂളിൽ പോകുമ്പോൾ ലിബാം ഇട്ട് അത് അവൻ പോയിട്ട് മിസ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ പറയുന്നത്. എന്തായാലും രണ്ടിനെയും എങ്ങനെയൊക്കെയോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു രാവിലെ. ഇവർ പോയി കഴിയുമ്പം തന്നെ സത്യം പറയല്ലോ 3/4 പണിയും വീട്ടിലത്തത് കഴിഞ്ഞ് കിട്ടും രാവിലെ. അങ്ങനെ സാൻവി പോയതിന് ശേഷമാണ് ബാക്കി യുദ്ധത്തിലേക്ക് ഞാൻ കടക്കാറുള്ളൂ. സാൻവി പോയാൽ പിന്നെ അപ്പൂട്ടൻ്റെ വയ്യൊക്കെ നടക്കലേ, അപ്പൂട്ടൻ്റെ വയ്ക്ക് പിന്നെ അമ്മയാണ്, അത് അമ്മേൻ്റെ ഡ്യൂട്ടിയാണ് രാവിലെ അവനുള്ള ഫുഡ് കൊടുക്കാനുള്ളത്. ഓനെ പിന്നെ കാക്കേനെയും കൊക്കിനെയും കാണിച്ച് വേണം കൊടുക്കാൻ.